ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് മലപ്പുറം അങ്ങാടിപ്പുറത്താണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചാൽ എനിക്ക് പിറകിൽ കാണാം ഈ നീണ്ടു കിടക്കുന്ന വാഹനങ്ങളുടെ വലിയ വരി തന്നെയാണ്. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം, അതായത് 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകുമെന്ന് കരുതി നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലമാണ് ഇപ്പോൾ ഈ കുടുക്കിന് അല്ലെങ്കിൽ ഈ കുരുക്കിനെല്ലാം തന്നെ വഴിയൊരുക്കിയിരിക്കുന്നത്. കുപ്പിക്കഴുത്താണ്. 4 വരിപ്പാതയായിട്ട് വരുന്ന റോഡ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനടുത്തെത്തുമ്പോൾ 2 വരിയായി ചുരുങ്ങുന്നു. അതോടെ തന്നെ വാഹനങ്ങളുടെ വലിയ നിര നീണ്ടു കിടക്കുകയും ചെയ്യുന്നു. ഈ ഒരു ദുരിതം അത് മഴക്കാലമായതോടെ പ്രദേശത്തെ റോഡുകൾ കൂടി കുണ്ടും കുഴിയും നിറഞ്ഞതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മണിക്കൂറുകൾ നീളും ചിലപ്പോൾ ഈ ഒരു 2 കിലോമീറ്റർ താണ്ടി പോകുവാൻ. വലിയ ദുരിതം. പെരിന്തൽമണ്ണ ആശുപത്രി സിറ്റിയാണ്, ഹോസ്പിറ്റൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ കുരുക്കിലകപ്പെടുന്ന സാഹചര്യം. അതുപോലെ തന്നെ ദേശീയപാതയാണ്, കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ്. വലിയ ടാങ്കറുകളും ലോറികളും ഒക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ യാത്രാ ദുരിതമാണ് നമ്മൾ ഇന്ന് ഞാനിവിടെ ചോദിക്കാനിൽ പരിശോധിക്കുന്നത്. സ്വാഗതം. ഞാനിവിടെ ചോദിക്കാൻ തുടങ്ങുന്നു. ദേശീയപാത, കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ യഥാർത്ഥത്തിൽ കുരുക്കായത് അങ്ങാടിപ്പുറത്തെ മേൽപ്പാലമാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനാകില്ല. കാരണം ഒരു കുപ്പിക്കഴുത്ത് പാലമാണ്. അതുവരെ 4 വരിപ്പാതയായിട്ട് വരുന്നത് അവിടെ എത്തുമ്പോൾ 2 വരിപ്പാതയാകുന്നു. മാത്രമല്ല മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ്. എന്താണ് ഇതിനൊരു പരിഹാരമായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? ശാശ്വത പരിഹാരം ഓരടമ്പാലത്ത് നിന്ന് മാനത്തുമംഗലത്തേക്കുള്ള ബൈപ്പാസാണ് ശാശ്വത പരിഹാരം. പിന്നീട് ഈ കുപ്പിക്കഴുത്ത് പാലം നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ നാട്ടുകാരും ഈ നാട്ടിൽ വസിക്കുന്നവരും എല്ലാം തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ പറഞ്ഞിരുന്നത് ഇത് അപാകത നിറഞ്ഞൊരു പാലമാണ് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിനെന്നും തന്നെ വകവെക്കാതെ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായി തന്നിഷ്ടപ്രകാരം നിർമ്മിച്ചിട്ടുള്ളൊരു പാലമായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ അന്ന് തന്നെ വന്നിരുന്നു. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഈ നാടിനകത്തെ തൊട്ടപ്പുറത്തുള്ള തിരൂര്, അതേപോലെ തന്നെ മണ്ണാർക്കാട് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല ഇത്തരം ഈ വികസന പ്രവർത്തനങ്ങളെ റോഡിനെയും പാലത്തിനെയും ഒന്നും തന്നെ ഗവൺമെൻറ് കണ്ടുപോകുന്നത്. അത് നമുക്ക് മനസ്സിലാവും. പ്രതിപക്ഷങ്ങളുടെ മണ്ഡലങ്ങളിലാണ് ധാരാളം പാലങ്ങളും റോഡുകളും എല്ലാം തന്നെ വരുന്നത്. പക്ഷേ ഇവിടുത്തെ MLAയുടെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ MLA ആണ് ഇതിന് ഒരു കാരണക്കാരനായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകില്ല, അതുപോലെ വകുപ്പ് മന്ത്രിയെ കാണില്ല തുടങ്ങിയുള്ള വാശിയുടെ ഭാഗമായി നിൽക്കുക. ഇത്തരം വാശി കാരണം നഷ്ടമാകുന്നത് ഈ നാടിനകത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമാണ് എന്നുള്ളത് തന്നെയാണ്. അല്ല, ഈ ഒരു മാനത്തമംഗലം ബൈപ്പാസ് എന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. അത് എല്ലാ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികകളൊക്കെ ഇവിടെ പറയുകയും ചെയ്തതാണ്. സ്വാഭാവികമായിട്ടും MLAയുടെ മാത്രം ഒരു ശുഷ്കാന്തി കുറവുകൊണ്ട് ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാകാതെ വരുമോ? സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതിന് തടസ്സമല്ലേ? ഇതിനകത്ത് നമ്മൾ നിരന്തരം ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിനകത്ത് ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർണങ്കാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്ന് തന്നെയാണ്. ഈ ഇടതുപക്ഷം MLA ആയിരിക്കുന്ന സമയത്താണ് ഈ ആശയം കൊണ്ടുവരുന്നതും ഇതിലേക്കുള്ള തുക ആദ്യഘട്ടത്തിൽ മാറ്റിവെക്കുന്നതും ഏതാനും തുകകൾ കൊണ്ട് അതിൻ്റെ പ്രാഥമിക പണികൾ ചെയ്യുന്നതും. എന്നാൽ തുടർന്ന് വന്നിട്ടുള്ള നിയോജക മണ്ഡലം MLAമാർ അതിനെ അട്ടിമറിക്കാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ V ശശികുമാർ MLA ആയിരിക്കുമ്പോഴാണ് 10 കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന്, വ്യാപാരികളിൽ നിന്ന്, മറ്റൊന്നെല്ലാം തന്നെ സ്വരൂപിച്ച് ട്രഷറിയിൽ നിക്ഷേപിച്ച് ആ തുക കൊണ്ട് വികസനത്തിന് തുടക്കം വിട്ടിട്ടുള്ളതാണ്. അത് ഓരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസിന് അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. പിന്നീട് വരുന്ന ആളുകൾ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവ് സഹിതം വ്യക്തമാക്കാം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ, ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ മങ്കട നിയോജക മണ്ഡലം MLA തുറന്നു പറഞ്ഞത് ഈ പദ്ധതി നടക്കില്ല, ഇതിൻ്റെ പുറകിൽ പോകാൻ ഞങ്ങളില്ല, ഞാനില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ജനങ്ങളുടെ ആകമാന പ്രതിഷേധം വന്നപ്പോൾ അതും കൂടി വേണം, ഇതിൻ്റെ കൂടെ അതും കൂടി വേണം എന്നുള്ളതും പറയുകയും ഇന്ന് നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുക ഈ പാലമല്ല ബ്ലോക്കിന് കാരണം എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെയാണോ? രാഷ്ട്രീയമായിട്ടുള്ളൊരു കാരണങ്ങളാണോ ഈ കുരുക്കിന് പിന്നിൽ? ശരിക്കും അങ്ങനെ MLAയുടെ ഭാഗത്ത് ഒരു താല്പര്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്? MLAയുടെ ഭാഗത്ത് ഇവിടെ ബൈപ്പാസ് വേണം എന്നുള്ളതാണ് MLA കഴിഞ്ഞ 10 കൊല്ലമല്ല 15 കൊല്ലമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്താണ് മേൽപ്പാലം വേണം ഒപ്പം ബൈപ്പാസും എന്നാണ് അന്ന് ഐക്യജനാധിപത്യ മുന്നണി, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ വെച്ചിട്ടുള്ള മുദ്രാവാക്യം. അതിനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ മേൽപ്പാലം വരുന്നതോടുകൂടി
റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുമ്പോൾ റെയിൽവേ ഗേറ്റ് ഈ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതോടുകൂടി ഇവിടെ എന്താവും, അങ്ങാടിപ്പുറം ടൗണ് എന്ന് പറയുന്ന ഈ ടൗണ് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മേൽപ്പാലവും അതോടൊപ്പം ബൈപ്പാസും എന്ന് MLA അടക്കമുള്ള അന്നത്തെ മന്ത്രിസഭ തീരുമാനിക്കുകയും ഈ മിനി മേൽപ്പാലത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷം മങ്കട MLA, പെരിന്തൽമണ്ണ MLAയും അനവധിയായ തവണ കേരള നിയമസഭക്കകത്ത് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, യോഗങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വരെ ഉദ്യോഗസ്ഥ തലത്തിൽ സംസാരിച്ചിട്ടുണ്ട്, മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിലും സംസാരിക്കുമ്പോൾ ഇവിടെ ഈ മേൽപ്പാലം ബൈപ്പാസ് വന്നാൽ ആ ബൈപ്പാസ് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ MLAമാരുടെ ശ്രമഫലമായി വന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുരുദ്ദേശമാണ് ഈ ബൈപ്പാസിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സത്യത്തിൽ ഇത് ഇരു മുന്നണികളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പടി ചാരുന്നു എന്നല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള പൊതുജനങ്ങളും വ്യാപാരികളും പൊറുതിമുട്ടിയിരിക്കുകയാണ്, കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലർ പറയുന്നു പാലം വന്നതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് എന്നുള്ളത്. 5 മിനിറ്റ് ബ്ലോക്കായിട്ടേ ഉള്ളൂ. ആ സമയത്താണ് 5 മണിക്കൂർ ആകാൻ പോവുകയാണ്. ഈ സമയം ഈ ബ്ലോക്ക് തീർന്നിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ 15 പ്രാവശ്യമെങ്കിലും ആ ഒരു റെയിൽവേ ഗേറ്റ് അടക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് മസ്തിഷ്കമുള്ളൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ഇതുകൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വികസനം കാണിച്ചു എടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കട്ടെ. അല്ലാതെ MLA അത് പറയുന്നു, കേരള സർക്കാർ ഇത് ചെയ്യുന്നില്ല എന്നുള്ള രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരി പാവപ്പെട്ട ജനങ്ങളെ കഴുതകളാക്കി മാറ്റുന്ന ഈ അവസ്ഥയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറണമെന്നാണ് പറയാനുള്ളത്. ദുരിതമനുഭവിക്കുന്നതാണ് വ്യാപാരികൾ. കാരണം വ്യാപാരികൾക്കാണ് ഇത് ഈ ഒരു ബ്ലോക്ക് കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പം ഈ എത്രമാത്രം വലിയ പ്രതിസന്ധി നിങ്ങളെ വ്യാപാര സമൂഹത്തിന് ഈ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഗതാഗതർക്ക് ഉണ്ടാക്കുന്നുണ്ട്? എന്താണ് അത്ഭുതപ്പെടാണ്. 8-10 വർഷമായി ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ കച്ചവടക്കാർ മുഴുവൻ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ആ ഭാഗത്തെ ബിസിനസ്സുകൾ അല്ലെങ്കിലോ കച്ചവടക്കാർ അടച്ചുപൂട്ടുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് ഒരാൾക്ക് പർച്ചേസിന് വരാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഇവിടെ വന്നാൽ സാധനമായി തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ. എന്തിനാണ് പെരിന്തൽമണ്ണയിലേക്ക് വരാൻ കഴിയുക, എന്തിനാണ് അങ്ങാടിപ്പുറത്ത് പോകാൻ കഴിയുക? ആ ഒരു ദിവസം എപ്പോൾ വന്നാൽ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് പറയാൻ കഴിയുമോ? എല്ലാവർക്കും അനുഭവമാണുള്ളത്. ഇത് വലിയ രാഷ്ട്രീയക്കാരൻ മത്സരമാണ്. അവർ യാത്ര ഒഴിവാക്കാണ്. ഇവിടെ ഇവിടെ വേറെ മാർഗ്ഗമില്ല. ഇപ്പം ഹോസ്പിറ്റൽ സിറ്റിയല്ലേ ഇവിടെ. എല്ലാ ആളുകളും എത്ര ഹോസ്പിറ്റലുണ്ട്, മുഴുവൻ ആളുകൾ ആശ്രയിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വരണമെങ്കിൽ എങ്ങനെ വരും? ഒരു രോഗിനെ ധൈര്യം വരും ആർക്കെങ്കിലും ഒരു രോഗിനെ ആസ്പത്രി കൊണ്ടുപോകും. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാരം? ഞങ്ങൾ ഇതിനുള്ള പരിഹാരം ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിനുള്ള ബൈപ്പാസുകളുണ്ട്. ആ ബൈപ്പാസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. അത് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഭരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വൈലോങ്ങര പോരാടമ്പാലം ബൈപ്പാസ് പദ്ധതി 10 വർഷമായിട്ട് ആ പ്രൊജക്റ്റ് മൂവ് ചെയ്ത് അവസാനം ഇപ്പോൾ കളക്ട്രേറ്റിൽ അതിൻ്റെ അക്വസിഷനുള്ള ഫണ്ട് എത്തി നിൽക്കുകയാണ്. ആ കുടുംബങ്ങളെ കണ്ടെത്തി 33ഓളം കുടുംബമുള്ളൂ. അവരെ കണ്ടെത്തി സ്ഥലം അക്വയർ ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പിടവത്സരം അതിനകത്തുണ്ടോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. 11 വർഷം മുമ്പ് തുടങ്ങി വെച്ച പദ്ധതി ഫണ്ട് എത്തിയിട്ട് പോലും നടപ്പാക്കാൻ ലാഗ് ചെയ്യുന്നു. ഒന്ന് ശാശ്വത പരിഹാരമാണ് വൈലോങ്ങര പോരാടമ്പാലം, വൈലോങ്ങര
വൈലോങ്ങര ഓരാടമ്പാലം ബൈപ്പാസ്. ആ ബൈപ്പാസ് യഥാർത്ഥം കഴിഞ്ഞാൽ വൺ വേ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ കഴിയും. ഒപ്പം തന്നെ റെയിൽവേ അനുവദിച്ചു കഴിഞ്ഞ ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ. 3.5 കോടിയാണ് അതിന് റെയിൽവേക്ക് അടയ്ക്കേണ്ടത്. അതിൽ 1.5 കോടി, 1 കോടി MLA ഫണ്ടും 50 ലക്ഷം പഞ്ചായത്ത് ഫണ്ടും സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 2 കോടി, കേവലം 2 കോടി ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ഈ കാണുന്ന നിങ്ങളൊക്കെ അനുഭവിച്ച ഈ ഒരു ഗതികേടിന് വലിയൊരു പരിഹാരം വഴിതിരിച്ചുവിടാൻ പറ്റുന്ന നല്ലൊരു മാർഗം റെയിൽവേ തുറന്നു വെച്ചപ്പോൾ അതിനെതിരെയും ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു പരിഹാരം കാണുന്നില്ല. അത് കാണണമെന്നാണ് ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ശാശ്വതമായ ഒരു പരിഹാരം ഓരാടമാനം മാനത്തുമംഗലം ബൈപ്പാസാണ്. അത് ഏകദേശം 2011 അന്ന് കൊടുന്ന പ്രപ്പോസലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ LDFും UDFും തമ്മിലുള്ള പരസ്പരം വഴിചാരികൊണ്ട് ഇന്നും ആ പദ്ധതി ചുവപ്പ് നാടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ 2 നഗരങ്ങളും ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറവും പെരിന്തൽമണ്ണയ്ക്കും ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഓരാടമംഗലം മാനത്തുമംഗലം ബൈപ്പാസ്. രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസമാണ്. ക്രെഡിറ്റിന്റെ പ്രശ്നമാണ്. ക്രെഡിറ്റിന്റെ പ്രശ്നം തന്നെയാണ്. അത് പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന തരിശുഭൂമികളാണ്. അവിടെ കുറഞ്ഞ പൈസ കൊടുത്താൽ കിട്ടും. ടൗണ് വികസിപ്പിക്കുമ്പോഴുള്ള വലിയ ഭീമായ സംഖ്യകളൊന്നും വേണ്ട. ആ തരിശുഭൂമി സർവേ നടത്തിയിട്ടുണ്ട്, കല്ല് നാട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വരെ ഒരു പൈസയും അതിന് ബഡ്ജറ്റിലെന്ന്. അതിലേറ്റവും പ്രധാനമുള്ളത് എന്താണെന്നറിയോ? ഇരു രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. LDF കളിച്ചുമ്പോൾ UDF അറിയും, UDF ആകുമ്പോൾ LDF എന്നറിയും. അവരെ പരസ്പരം കുറ്റപ്പെടുത്തലിൽ വ്യാപാരി സമൂഹമാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുവദിക്കുന്നത്. 140 MLA ഇതിനെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഈ ഹൈവേ റൂട്ടിൽ. അതേപോലെ തന്നെ MP മാരും. പക്ഷേ ഇവരൊക്കെ ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം ഇതുവരെയും വന്നിട്ടില്ല. അതേസമയത്ത് ഇതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇതിൻ്റെ ഒരു പങ്കാളിത്തമാണ്, ഡൽഹി കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഇതൊരു നിസ്സാര സംഭവമല്ല. വ്യാപാരികൾ 10-15 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഈ ഒരു സമരം നമ്മളൊരു സൂചന മാത്രമാണ്. ഈ ധർണ ഇത് സർക്കാരുകൾ ഇതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നല്ലൊരു പ്രക്ഷോഭമായിട്ട് വ്യാപാരി സമൂഹം പോകും. കാരണം 12 ലക്ഷത്തോളം വ്യാപാരികളും 19 ലക്ഷത്തോളം അവരുടെ കുടുംബങ്ങളായിട്ടുള്ള വലിയൊരു സമൂഹം നമ്മുടെ പിറകിലുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഒരുപാട് ബൃഹത് പദ്ധതികൾ 300 കോടിൻ്റെയും 500 കോടിൻ്റെയും 1000 കോടിൻ്റെയൊക്കെ വലിയ വലിയ പദ്ധതികൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഇരു മുന്നണികളും ഇതിനെ കണ്ടില്ലെന്ന് നടക്കുന്നത് എന്നുള്ള നമ്മൾ സംശയം കാണും. ഇവിടുത്തെ നേരത്തെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കുന്ന 140 MLA മാരും ഇവിടുത്തെ 20 MP മാരും മന്ത്രിമാരും അടങ്ങുന്ന ടീമൊക്കെ ഇതിൻ്റെ ദുരിതം മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പരസ്പരം പഴിചാരലാണ് ഇത്രയും ആവശ്യമേറിയ ഒരു വികസന പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നത് എന്നുള്ള. അപ്പോൾ സർക്കാരുകൾ ഇതിനെ കണ്ടു തുറക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കുന്നൊരു സംഘടനയാണ് ഞങ്ങൾ. ചിലപ്പോൾ വ്യക്തിപരമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും മറ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും വ്യാപാരികൾ ഈ പൊതുസമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഞാനെന്ന വ്യക്തിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാനെന്ന വ്യാപാരിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ, ശരാശരി ഒരു മനുഷ്യൻ രാവിലെ പുറത്തിറങ്ങുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ടാക്സ് കൊടുക്കണം, പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി കൊടുക്കണം, വണ്ടിയുടെ ടാക്സ്, എന്തെല്ലാം കൊടുത്തിട്ട് ഒരു സാധാരണ, ഞങ്ങൾ വ്യാപാരികളെ കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു സാധാരണ മനുഷ്യൻ രാവിലെ പൗഡറൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ എത്ര ടാക്സ് കൊടുത്തിട്ടാണ് പുറത്തിറങ്ങണത് അല്ലേ? ഞങ്ങൾ GST എല്ലാ സംഭവം ചെയ്തിട്ട് പുറത്തിറങ്ങണത്. പക്ഷേ ഈ ഇത് ചെയ്യേണ്ട ആരാ? സർക്കാരിന് ഇതിന് പ്രധാനപ്പെട്ട MLA മാരൊക്കെ ഇത് പരസ്പരം പഴിച്ചാരില്ല വേണ്ടത്. ശാശ്വതമായ പരിഹാരമാണ് ഒരു പ്രശ്നത്തിന് വേണ്ടത്. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്കാർ കൃത്യമായി ഇത് ഇടപെട്ടുകൊണ്ട്, നിങ്ങൾ നോക്കൂ, ഈ വാഹനങ്ങൾ മുഴുവൻ ആളുകൾ കുടുങ്ങി കിടക്കുകയാണ്. നമ്മൾ നികുതിപ്പണം കൊടുത്ത് എല്ലാം കൊടുത്തിട്ടാണ് ഈ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകൾ ഓരോ സംഭവം ചെയ്യണത്. കൃത്യമായി ഇതിന് പരിഹാരം വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യണമെങ്കിൽ ബഹുമാനായ ഞങ്ങളുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിൽ പോകും. ഒട്ടനവധി പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും പെരിന്തൽമണ്ണക്കുള്ളത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയം ഈ ഒരു റോഡാണ്. നമുക്കറിയാം, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചാണ് സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, പ്രായമായ ആളുകൾ ഉൾപ്പെടെ ബസ്സിലും മറ്റു യാത്രകളിലും പോകുന്നത്. അപ്പോൾ വളരെ ദുരിതമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴല്ല, ഇതിൻ്റെ മുൻപതിൽ തന്നെ പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, ചെയ്തതാണ്. പക്ഷേ ഇതൊരു സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ സമരം നടത്തിയിട്ടുള്ളത്. ഇത് ഇനി ഇതിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും. അതിലല്ലാതെ ഇതിനൊരു പരിഹാര മാർഗമില്ല. അത്രമാത്രം എനിക്ക് പറയാം. രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമാണ് സത്യത്തിൽ. ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമായിട്ട് ഇതിനെ കൊണ്ടുവരുന്നതിനപ്പുറം ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്നാണ്. ഈ 2 ബൈപ്പാസുകൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നതാണ്. അതെന്തുകൊണ്ട് ഈ MLA-യുടെ ഒരു താല്പര്യക്കുറവുകൊണ്ട് മാത്രമാണോ അത് സാധ്യമാകുന്നത്? അതോ സർക്കാരിന് ഫണ്ടിന്റെ പ്രശ്നം വരുന്നില്ല ഇതിൽ MLA-യുടെ താല്പര്യക്കുറവ് ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടാണ്. എന്നാൽ അത് വെച്ച് ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളാരും തന്നെ അതിൽ കാത്തു നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം CPI-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് V. രമേശൻ
അതുപോലെ തന്നെ CPM-ൻ്റെ നേതാക്കന്മാരായിട്ടുള്ള TK റഷീദ് അലി, KT നാരായണ മാഷെല്ലാം തന്നെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും നേരിട്ട് കാണുകയും ധനമന്ത്രിയും കൂടി നേരിട്ട് കണ്ട് ഈ നാടിൻ്റെ പ്രയാസം ഇന്നതാണ്. MLA ഈ രൂപത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നാടിനകത്തെ ജനങ്ങൾ ഈ രൂപത്തിൽ ദുരിതം അനുഭവിക്കുന്നു, നാടിനകത്ത് വലിയ പ്രയാസമാണ് എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം അതിൻ്റെ എല്ലാം തന്നെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നാടും ഞങ്ങളെല്ലാവരും തന്നെ. എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ ഒരു സമീപകാലത്ത് എങ്ങനെ ഇതൊരു പരിഹാരം ഉണ്ടാകണം നീക്കുണ്ടാവുന്നുള്ളത്? അത് ഞങ്ങളുടെ MLA വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത മെയ് മാസം 2026 മെയ് മാസത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വന്നാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം ഓരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് ആയിരിക്കും. അതിനൊരു തർക്കവും ആർക്കും വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുള്ള ഒരു സമയം കിട്ടണമെന്നില്ല, അതിനു മുമ്പ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കും. ആ തീരുമാനം ഇപ്പോൾ നടപ്പാക്കാതെ നിൽക്കല്ലേ. അന്നിപ്പോൾ ഈ ഇടതുപക്ഷമല്ലേ ഭരിച്ചിരുന്നത് 9 വർഷം. ഇപ്പം ഈ വെച്ചിട്ട് അതിന് പിന്നെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണത്. അതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഈ ഇത്. അല്ലാതെ ഇത് വേണമെങ്കിൽ ഇതിന്റെ ഒരു കൊല്ലം മുമ്പ് ചെയ്തുകൂടാനല്ലേ. നിയമസഭാ MLA-മാർ ജനപ്രതിനിധികൾ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വകുപ്പ് മന്ത്രിയെ കാണാൻ പോകില്ല, അതേപോലെ മുഖ്യമന്ത്രിയെ മുന്നിൽ പോയി അനാവശ്യമായ ഈഗോ തന്നെയാണ് അതിനകത്ത്. അനാവശ്യമായ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഇവിടെ MLA-മാരുണ്ട്. ഈ MLA-മാരെ ഇല്ലാതെ ആരാണ് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചത്, അല്ല കലക്ടറേറ്റിൽ യോഗം വിളിച്ചത്? അന്നത്തെ സ്പീക്കറാണ്. ആ സ്പീക്കർ യോഗം വിളിച്ചിട്ട് MLA-മാരില്ലാതെ യോഗം വിളിക്കുകയാണ്. ആ രീതിയിൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് ഞങ്ങളല്ല, ഇന്ന് ഭരണം നടത്തുന്ന മുന്നണിയാണ്. ഏറ്റവും കൂടുതൽ ഈ ബസ്സുകാരുടെ ഒരു ദുരിതമുണ്ട്. കാരണം ഇവർ കാലങ്ങളായിട്ട് ഈ ബസ്സുകാരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുക. ഈ അങ്ങാടിപ്പുറം ബ്ലോക്കുകാരന് എത്ര ചാല് കെട്ടാവാറുണ്ട്? ഒരു ചാലും മര്യാദക്ക് ഓടാൻ പറ്റില്ല. കാരണം ആൾക്കാരിന്ന് ഫുള്ള് ചീത്ത കേൾക്കണേ. ബ്ലോക്ക് ഇല്ലെങ്കിൽ നല്ല സുഖമാണ് ബസ് പോകാൻ. ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് ഉടനെ വേണം. കാരണം എല്ലാ വണ്ടിക്കും മഞ്ചേരി പാസിംഗ് ആണ്. ഈ പെരുന്തമണ്ണ അങ്ങാടിപ്പുറം എത്ര മിനിറ്റ് എടുക്കും? പെരുന്തമണ്ണെന്ന് അങ്ങാടിപ്പുറം കിടക്കണമെങ്കിൽ 1/4 മണിക്കൂർ വേണം. റണ്ണിങ് ടൈമാണ്? റണ്ണിങ് ടൈം 9 മിനിറ്റ് ആണ്. പെരുന്തമണ്ണെന്ന് അങ്ങാടിപ്പുറത്തേക്ക് റണ്ണിങ് ടൈം മഞ്ചേരി ബസ്സിന് 9 മിനിറ്റ്, മലപ്പുറം ബസ്സിന് 10 മിനിറ്റ്, കോട്ടക്ക ബസ്സിന് 8 മിനിറ്റ്, വളാഞ്ചേരി ബസ്സിന് 10 മിനിറ്റ്. ശരി, അത് ബ്ലോക്ക് ആണെങ്കിൽ 40 മിനിറ്റ് 45 മിനിറ്റ് എടുക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക ബസ്സുകാരാണ്. കാരണം ബസ്സുകാർക്ക് അറിയാം എങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നുള്ളത്. ഈ റോഡിൽ കൊണ്ടുപോയി ശരിക്കും പരിഹരിച്ചാൽ അടച്ചു കഴിഞ്ഞാൽ പകുതി ബ്ലോക്ക് കുറയും. കാരണം ഈ പാലം കയറുന്നിടത്ത് 2 സെക്കൻഡ് പോകുന്ന സമയത്ത് ഒരു വണ്ടി 10 സെക്കൻഡ് എടുത്തിട്ടാണ് വണ്ടി പോകേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചവിട്ടി റോഡ് ഫുള്ള് ബ്ലോക്ക് ആവാണ്. ഇല്ല, ഈ 10 ദിവസം പാലം അടച്ചിട്ടു ഇന്റർലോക്ക് ഇടാൻ വേണ്ടി. ആ സമയത്ത് കുഴി അടച്ചില്ല, ആ ഇന്റർലോക്ക് മാത്രം ഇട്ട് പോന്നു. ആ 10 ദിവസം അടിച്ചപ്പോൾ പാലത്തുമ്പത്ത് കൊണ്ടുപോയി നികത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അത്രയും ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതാണ് യാത്രക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ ഈ ബ്ലോക്ക് കാരണം. ഒരുപാട് സമയം കാത്തു കിടക്കേണ്ടി വരുന്നുണ്ടോ? അല്ലേ? സ്ഥിരം യാത്രക്കാരുണ്ടോ? നിങ്ങളൊക്കെ സ്ഥിരം പോകാറില്ലല്ലേ വണ്ടിയിൽ ഈ റൂട്ടില്? എന്താണ് ഈ ദുരിതം എത്രമാത്രം ബുദ്ധിമുട്ടാണ്? നല്ല ബുദ്ധിമുട്ട് തന്നെ വരുന്നത്. നന്നായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുന്നില്ല. കാരണം ഫുൾ ബ്ലോക്ക് മാറി വേറെ വഴിക്ക് പോകേണ്ട അവസ്ഥയില്ല. അതാണ് ശരിക്കും പ്രതിസന്ധി. അതോ ബസ്സിന്റെ കളക്ഷനൊക്കെ വല്ലാതെ ബാധിക്കൂലേ? വളരെ കുറവാണ്. വണ്ടിക്ക് മെയിൻ്റനൻസുകൾ ചിലവ് കൂടും, സമയത്ത് ഓടി എത്താൻ കഴിയില്ല, ചാല് കട്ടാക്കേണ്ടി വരും. വെറുതെ നേരം വെളുത്ത് കുപ്പായം മാറ്റി വരാം, തിരിച്ചു പോവാം. കൂലിയൊന്നും നോക്കണില്ല. പലപ്പോഴും അങ്ങാടിപ്പുറത്ത് സർവീസ് അവസാനിപ്പിച്ച് പോകേണ്ട അധികം. ഇനിയിപ്പോൾ ഈ ചാലിൻ്റെ അവിടെ അവസാനിപ്പിക്കണമെന്ന തീരുമാനത്തിലാണ് ചർച്ച ചെയ്ത് നിൽക്കുന്നത്. MLA-ന്റെ ഒരു അനാസാണത്. MLA കണ്ണ് തുറക്കുന്നില്ല. ഈ 15 ദിവസം അടച്ചിട്ടിട്ട് ഇവിടെ ശരിയാക്കിയപ്പോഴൊന്നും പാലം ശരിയാ. MLA പറയും ബ്ലോക്കില്ല. ജനങ്ങൾക്ക് കണ്ടറിയില്ല. MLA 1-2 പിന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടു. കിലോമീറ്ററാണ് ബ്ലോക്ക്. പെരുന്തമണ്ണ അങ്ങാടിപ്പുറത്തേക്ക് 1 മണിക്കൂറാണ്.
ഇതിൻ്റെ ദുരിതം നേരിട്ട് അനുഭവിക്കുന്നവരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇത് കാരണം നഷ്ടത്തിലാവുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. 2 ബൈപ്പാസ് വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പക്ഷേ അതിനൊക്കെ എത്ര സമയമെടുക്കും നമുക്കറിയാം. നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചൊരു ബൈപ്പാസ് അത്ര പെട്ടെന്ന് ഉണ്ടാക്കുകയൊന്നും സാധ്യമല്ല. അപ്പോൾ സാധ്യമായ വഴികൾ ഇതിന് സമാന്തരമായിട്ടുള്ള വഴികൾ ഉപയോഗിക്കാനുള്ള സംവിധാനം ഒരുക്കുക, അതുപോലെ തന്നെ ഈ പാലത്തോട് ചേർന്നുള്ള ഈ ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുക തുടങ്ങി പരിഹരിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ കാലതാമസം വരുത്തി വെച്ച് ജനങ്ങളുടെ ദുരിതം ഇരട്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണെങ്കിലും അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിനപ്പുറം ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം അതിന് പരിഹാരം കാണാൻ ഉത്തരവാദികളായവർ അതിൽ ഇടപെടുക തന്നെ വേണം. എന്നാണെങ്കിലും അങ്ങാടിപ്പുറത്തെ യാത്രാ ദുരിതം അത് എത്രമാത്രം വേഗത്തിൽ പരിഹരിക്കാമോ അത്രമാത്രം വേഗത്തിൽ പരിഹരിക്കേണ്ട ഒരു ഗുരുതരമായ വിഷയം തന്നെയാണെന്നാണ് നാട്ടുകാരെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. ഞാനിവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.